ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് പരിഗണനയിൽ ആണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. ഇറാന്റെ പ്രതിരോധ ആണവ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്തു എന്ന് ട്രംപ് അവകാശപ്പെടുകയാണ്. അതേസമയം ഹോർമോസ് കടലിടുക്കിന്റെ സുരക്ഷ അതുവഴിയുള്ള ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങൾ ഉറപ്പാക്കണം, US ഉത്തരവാദിത്തം ഏൽക്കില്ല എന്നുകൂടിയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇതിനിടെ US-ന് സൈനിക താവളങ്ങൾ വിട്ടു നൽകിയ ബ്രിട്ടന് ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി കിർ സ്റ്റാർമർ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചിയുടെ വിമർശനം. ശത്രുക്കൾക്ക് നല്ല വർഷമല്ല വരാനിരിക്കുന്നത് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി വ്യക്തമാക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണം ശക്തമായി തന്നെ തുടരുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അജയ് സുധാ ബിജു ആണ് ഈ ഘട്ടത്തിൽ ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അജയ്, യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ സൂചന അമേരിക്ക നൽകുകയാണ്. പലപ്പോഴായി സന്ധി സംഭാഷണത്തിന് ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങളുണ്ടായിരുന്നു, അതെല്ലാം അമേരിക്ക തള്ളിക്കളഞ്ഞു. ഇപ്പോഴെന്തുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത്? വിജയത്തിലേക്ക് എത്തി എന്നാണോ അമേരിക്കയുടെ അവകാശവാദം? ട്രംപ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റ് വഴിയാണ് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് എന്തുമാത്രം സത്യമാണ്, അല്ലെങ്കിൽ ട്രംപ് തൻ്റെ ഈ ഒരു പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. കാര്യം US-ന്റെ പല നയതന്ത്ര ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സൈനിക മേധാവികൾ ഉൾപ്പെടെ യുദ്ധം മുന്നോട്ട് പോകും എന്നുള്ള പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നടത്തിയിരുന്നത്. പീറ്റ് ഹെഗ്സെറ്റിൻ്റെ അടക്കം പരാമർശമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് യുദ്ധം മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ട്രംപ് നിലവിൽ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ചിരുന്ന പോസ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞത് ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ US അവസാനിപ്പിക്കാനായി ആലോചിക്കുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുമുണ്ട് ഈ പോസ്റ്റിൽ. പ്രധാനമായിട്ടും പറയുന്നത് US തങ്ങളുടെ ലക്ഷ്യങ്ങളുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പ്രതിരോധ വ്യവസായ മേഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കി. അവർക്കിനി ആയുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ല. നേവി, എയർഫോഴ്സ് അതുപോലെ തന്നെ ആന്റി എയർക്രാഫ്റ്റ് വെപ്പണറി സംവിധാനങ്ങളും പൂർണ്ണമായും അമേരിക്ക നശിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ഇറാന്റെ ആണവ സംവിധാനങ്ങളെയും അമേരിക്ക നശിപ്പിച്ചു. ഇനി അമേരിക്ക അറിയാതെ ഒരിക്കലും ഇറാന് ഇത്തരമൊരു ആണവായുധം നിർമ്മിക്കാൻ സാധിക്കില്ല എന്നും ട്രംപ് നിലവിൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള ഇസ്രായേൽ, UAE, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇവർക്ക് ഒരു സുരക്ഷ ഒരുക്കാനും അമേരിക്കയ്ക്ക് നിലവിൽ ഇറാനെ ആക്രമിച്ചത് വഴി സാധിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഹോർമുസ് കടലിടുക്കിൻ്റെ വിഷയം തന്നെയാണ്. ഹോർമുസിൻ്റെ സുരക്ഷ ഒരുക്കാൻ അമേരിക്ക മറ്റ് കപ്പലുകൾക്ക് അകമ്പടി പോകുമെന്നാണ് ട്രംപ് ഇതിനു മുൻപേ പറഞ്ഞിരുന്നത്. എന്നാൽ മുൻ പ്രസ്താവനയിൽ നിന്ന് ട്രംപ് ഒന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് US ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് ഗതാഗതം നടത്തുന്നില്ല. ഇത് അത്തരത്തിൽ ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഹോർമുസിന്റെ സുരക്ഷ എന്നത്. അതുകൊണ്ട് ആ രാജ്യങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് ട്രംപ് നിലവിൽ പറയുന്നത്. ചൈന ഇവിടെയുള്ള 90% ഗതാഗതം ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അവരുടെ 90% ഊർജ്ജ ആവശ്യങ്ങൾ ഹോർമുസ് വഴിയാണ് കടന്നു പോകുന്നത്. ജപ്പാന്റെ 95% ചരക്കുകളും ഹോർമുസ് വഴി കടന്നു പോകുന്നു. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇവിടുത്തെ സുരക്ഷയ്ക്കായി വരണമെന്ന് ട്രംപ് നിലവിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നാറ്റോ രാജ്യങ്ങളോട് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങാൻ താൻ ആവശ്യപ്പെട്ടതാണ്. യൂറോപ്പിൻ്റെ നിരവധി ഗതാഗത സംവിധാനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. എന്നാൽ നാറ്റോ രാജ്യങ്ങൾ ഇതിനുള്ള ധൈര്യം കാണിച്ചില്ല. അവർ ഭീരുക്കളാണ് എന്ന് ട്രംപ് ഒന്ന് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ചില പരാമർശങ്ങൾ കൂടി വരുന്നുണ്ട്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു നീക്കങ്ങൾ നോക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ഒരുക്കമല്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യം നോക്കുകയാണെങ്കിൽ IRGC അവരുടെ 77ാം ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് പശ്ചിമേഷ്യയിലുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും 55 കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് പുതിയ ആക്രമണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ അവരുടെ പരമോന്നത നേതാവ് മുജിതബ ഖമനയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ IRGC പുതിയ ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്നതും നിർണായകമാണ്. ഖമനയി പറഞ്ഞത് ശത്രുക്കൾക്ക് ഒരു നല്ല വർഷമല്ല വരാനിരിക്കുന്നത് എന്നാണ് മുജിതബ ഖമനയി പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ അവരുടെ നല്ല രീതിയിൽ ഇറാന് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ ചിലരെ കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം ജനങ്ങളെ ഭയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കണമെന്ന് മുജിതബ ഖമനയി പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇറാന്റെ ചില സൗഹൃദ രാഷ്ട്രങ്ങളായിട്ടുള്ള ഒമാനിലും തുർക്കിയിലും ഇസ്രായേൽ ചില വ്യാജ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഇറാൻ അല്ല എന്ന് മുജിതബ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു നീക്കം നടന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നാണ്. ബ്രിട്ടൻ ആദ്യഘട്ടത്തിൽ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ US-ന് യുദ്ധ ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുത്തിരുന്നില്ല. എന്നാൽ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട് സൈപ്രസ് ദ്വീപിൽ ഉൾപ്പെടെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ നിലവിൽ ബ്രിട്ടൻ ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ബ്രിട്ടന്റെ സൈനിക കേന്ദ്രങ്ങൾ US-ന് സൈനിക ആവശ്യങ്ങൾക്കായി അവർ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ സൈപ്രസ് ദ്വീപിലെ കേന്ദ്രം ഉൾപ്പെടെ ഇനി US-ന്റെ ഒരു കൺട്രോളിൽ വരും. US-ഉം ഇതുവഴി സൈനിക നീക്കം നടത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇറാന് വലിയൊരു ഭീഷണി കൂടിയാണ്. സൈപ്രസ് ദ്വീപ് വഴിയുള്ള ആക്രമണം, അതുപോലെ മേഖലകളിലുള്ള മറ്റ് കേന്ദ്രങ്ങൾ വഴി US സൈനിക നീക്കം നടത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇറാന് വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയുടെ വാക്കുകൾ പ്രസക്തമായിട്ടുള്ളത്. അദ്ദേഹം നിലവിലൊരു ഭീഷണി കലർന്ന സ്വരത്തിലാണ് തൻ്റെ പരാമർശം നടത്തിയിട്ടുള്ളത്. അതായത് ബ്രിട്ടനിലെ ഭൂരിഭാഗം ജനങ്ങളും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. US-ഉം ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആ ജനങ്ങൾ എതിരാണ്. എന്നാൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ തൻ്റെ ഇത്തരമൊരു നീക്കത്തിലൂടെ അവിടെയുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്നും അബ്ബാസ് അറക്ചി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അമേരിക്കയെ അദ്ദേഹം ഒന്ന് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് നിരന്തരം അവകാശപ്പെടുന്നത് തങ്ങൾക്ക് ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ നാവിക സംവിധാനങ്ങളും തകർക്കാൻ സാധിച്ചു എന്നാണ്. അങ്ങനെ സാധിച്ചെങ്കിൽ US-ന്റെ F-35 വിമാനം അത് എങ്ങനെയാണ് ഇറാൻ നശിപ്പിച്ചതെന്ന് അബ്ബാസ് അറക്ചി ചോദിക്കുന്നു. അതുപോലെ ഇറാന്റെ ആക്രമണങ്ങൾ കാരണം US-ന്റെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ അത് പിന്നോട്ട് അവർക്ക് നിലവിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും കുറച്ച് പിന്നിലോട്ട് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം ഇറാൻ ഇപ്പോഴും സുശക്തമാണ് എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നതെന്നും അറക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്.